ഹലോ, വെൽക്കം കേട്ടോ. ഇത് ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ്. വേറൊന്നുമല്ല, ഞാൻ വന്ന് എൻ്റെ മോനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ വല്ല പാപ്പപ്പൊതിയും ഉണ്ടോ എന്ന് നോക്കുക. വന്ന ഉടനെ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ പരിപാടി കൊച്ചു ഗാർഡനിങ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ സമയം കിട്ടത്തില്ല. അപ്പോൾ ഉള്ള സമയം കുറച്ച് ചെയ്യാമെന്ന് പറ്റുള്ളൂ. ഇതിപ്പോൾ കയ്യും കഴുവാം. നമുക്കവിടെ റോഡ് സൈഡിൽ ഞാൻ കുറച്ച് ചെടി നട്ടിട്ടുണ്ട്. അത് നനയ്ക്കുകയും ചെയ്യാം എന്നുള്ള രണ്ടുണ്ട് ഗുണം. അങ്ങനെ ഞാൻ എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ ഇവിടെ ചെടി നടുന്നുണ്ട്. വല്ല കാറുകാരും വണ്ടിക്കാരും വന്ന് അത് കയറ്റി നശിപ്പിക്കുകയും ചെയ്യും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഞാൻ പതിവ് തെറ്റിച്ചില്ല, നട്ടിട്ടുണ്ട്. ഞാൻ വരുന്നതേ സന്ധ്യാവാറായപ്പോഴാണ്. എന്നിട്ട് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. ആ നിമിഷങ്ങളിൽ ഇതും കൂടെ ഒക്കെ ചെയ്തില്ലെങ്കിൽ സമയം കിട്ടത്തില്ല. ഞാൻ പിന്നെ അകത്തോട്ട് കയറി വന്നപ്പോൾ മുറ്റത്തൊരു നല്ല മാങ്ങ എൻ്റെ മുമ്പിൽ തന്നെ അങ്ങ് വീണു. പക്ഷെ ഭാഗ്യത്തിന് കിളിയും മണ്ണാനും കൊത്താത്തതായതുകൊണ്ട് അത് കയ്യോടങ്ങ് പൂളി തിന്നേക്കാന്ന് കരുതി. വേറൊന്നുമല്ല, ഇനി അതിവിടെ അകത്ത് കൊണ്ടുവച്ചാൽ പിന്നെയും ഞാൻ തന്നെ പൂളണമല്ലോ. അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് പൂളി അത് എനിക്ക് കഴിക്കുകയും ചെയ്യാം. വന്നിട്ട് നല്ല വിശപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞേ ഞാൻ അകത്ത് കയറത്തോളൂ. അപ്പം എല്ലാം പുറത്തോട്ട് കൊണ്ടുവരട്ടെ. ചായയും മോള് കൊണ്ടു തന്ന് അതും എല്ലാം കുടിച്ച് ഇച്ചിരി തൂപ്പ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം കുളിച്ചതിന് ശേഷമേ ഇനി ഞാൻ അകത്ത് കയറുന്നു. അകത്ത് കയറിപ്പോയാൽ ഞാൻ ആ ചായയും കൊണ്ട് അവിടെ ഇരുന്നാൽ പിന്നെ ഇനി മടി പിടിച്ച് അവിടെ ഇരുന്നു ഒന്നും നടക്കത്തില്ല. അവസാനം എനിക്ക് വേരിറങ്ങും. അതിലും നല്ലത് ചെടികൾക്ക് നല്ല വേരുണ്ടാക്കുന്ന വല്ല വളവോ എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ചട്ടിയും വട്ടിയൊക്കെ ആയിട്ട് വന്നേക്കുക. കുറച്ച് വളമൊക്കെ ഇടണം. വളം മേടിച്ച് വെച്ചിട്ട് കുറേ ദിവസമായി, ഇടാനുള്ള സമയം കിട്ടാൻ അങ്ങനെ മാറ്റി വെച്ചേക്കുക. പിന്നെ ഇച്ചിരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഓരോ ദിവസവും കൊടുക്കാമല്ലോ. കുറേശ്ശെ ഓരോ പാർട്സ് അല്ല, ഓരോ പോർഷനായിട്ട് മാറ്റി ഇടാമല്ലോ എന്ന് കരുതി. പിന്നെ ഗാർഡന്റെ കുറച്ച് അകഭാഗം തൂത്ത് വൃത്തിയാക്കാനും ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളെല്ലാം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണമെന്നൊക്കെ കരുതി ഐഡിയ തോന്നിയിട്ട് കുറേ കാലമായി. പിന്നെ ഞാൻ കുറച്ച് അവിടെ കൊണ്ടുവന്നിട്ട് കത്തിക്കാൻ നോക്കി. അവിടെ നോക്കിയപ്പോഴാണ് കുറച്ച് ചെറീസ് പിടിച്ച് അധികം നിൽക്കുന്നുണ്ട്. അധികം കുറേ ചെറീസ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ചെറീസ് ഞാൻ പിച്ചി ഞാനും കുറേ വയറ് വീക്ക് കഴിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം കുറേ പിച്ചി അകത്ത് കൊണ്ട് വെക്കാമല്ലോ, ആരെങ്കിലും ഒക്കെ കഴിക്കുമല്ലോ എന്ന് കരുതിയും ഞാനത് പിച്ചുവാണ്. ഞാൻ പിച്ചിയില്ലെങ്കിൽ വേറെ ആരും പിച്ചത്തില്ല, അതാണ് സത്യം. അങ്ങനെ ഞാനതെല്ലാം പിച്ചാന്ന് കരുതിയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പിച്ചി അവിടെ കൊണ്ടുവച്ചാൽ പിന്നെ തീരുന്ന വഴി അറിയത്തില്ല. സത്യം പറഞ്ഞത് എനിക്കൊരു നൊസ്റ്റാൾജിക് ഫ്രൂട്ടാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓടി വരുമായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഇത് പിച്ചാനായിട്ട്. ഉണ്ടോ, നല്ല കൊലയോടെ പിടിച്ചിരിക്കുക. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം കായെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് വേണം ഇതിനെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തുകയും വേണം. നമുക്ക് നട്ടാലും നഷ്ടം വരാത്തൊരു സാധനം ഇതാ. കാര്യം ഇതെനിക്കൊന്ന് വർഷത്തിൽ 2 വട്ടം കായ്ക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴൊക്കെ പിച്ചി അങ്ങ് തിന്നാം. ഒരു പാത്രം എടുത്തുകൊണ്ടിരുമ്പോൾ ഒരു കൊച്ചു പാത്രം എടുത്തുകൊണ്ട് വന്നേക്കും. അതിൽ കൊള്ളുന്നതല്ലായിരുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ പാവാടയിൽ തന്നെ വെട്ടിയല്ലേ പിച്ചിയെല്ലാം ഇട്ട് ഞാൻ അകത്ത് കൊണ്ടുവച്ച് ഞാൻ കുറേ തിന്നു കേട്ടോ. കാര്യം ഇപ്പം സ്നാക്സ് തീറ്റയില്ലേ, ഇതൊക്കെ തന്നെ തിന്നുന്നത്. വേറെ 1-2 ഫ്രൂട്ട്സും കൂടെ ഉണ്ട്. അതും കൂടെ ഒക്കെ പിച്ചി തിന്നുമ്പോൾ നമ്മളെ വയറൊന്നും നിറയുമല്ലോ. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഏകദേശം 1 മണിക്കൂർ നീണ്ട ചെടിക്ക് വെള്ളം ഒഴിക്കലും കൂടെ കഴിഞ്ഞതിന് ശേഷമേ ഇനി കുളിച്ച് വിളക്കൊളുത്തുന്നതിന് അകത്ത് കയറാൻ പറ്റും. ഇതെല്ലാം കുറേശ്ശെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മനസുഖം.